വന്ദേമാതരം മുഴുവൻ പാടണമോ വേണ്ടിയോ? ഇതുവരെയും സർക്കാർ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്കും അയച്ച നിർദ്ദേശമുണ്ട്, സർക്കുലറുണ്ട്. കേന്ദ്ര സർക്കാർ നൽകിയ സർക്കുലർ താഴോട്ട് അയച്ചു നൽകുക മാത്രമേ ചെയ്തുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ മറുപടി നൽകുകയും ചെയ്തിട്ടില്ല. ഇന്നിതാ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മറ്റൊരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്, ഒരു നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, മാർഗനിർദ്ദേശം. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്ന് സംബന്ധിച്ചാണ് സർക്കുലർ പറയുന്നത്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ എങ്ങനെ ദേശീയ പതാക ഉയർത്തണം എന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശമാണ് വിഷയം. പൊതുവിദ്യാഭ്യാസം സ്വാതന്ത്ര്യദിനം 2026 മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച് പൊതുഭരണ പ്രോട്ടോകോൾ വകുപ്പിൽ നിന്നുള്ള സർക്കുലർ നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ഏറ്റവും വർണ്ണാഭമായ രീതിയിൽ നമുക്ക് ആഘോഷിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികളും 2026 ഓഗസ്റ്റ് 15 നടക്കുന്ന 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ഉചിതമായും മാന്യമായും നടത്തണമെന്ന് ഇതിനാൽ നിർദ്ദേശിക്കുന്നു. പൊതു നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞ് താഴെ കൊടുക്കുന്നു. ദേശീയ പതാക ഉയർത്തുമ്പോൾ ഭാരതത്തിന്റെ പതാക സംഹിത ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002 വ്യവസ്ഥകൾ കർശനമായി പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതാണ്. ദേശീയഗാനം ആലപിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ആദരസൂചകമായി നിൽക്കേണ്ടതാണ്. പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിച്ച ദേശീയ പതാകയുടെ നിർമ്മാണം, വിതരണം, വിൽപ്പന, ഉപയോഗം എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളതാണ്. എല്ലാ ആഘോഷ പരിപാടികളിലും ഹരിത പ്രോട്ടോകോൾ കർശനമായി പാലിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കപ്പെടുന്നുവെന്ന് ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും സ്ഥാപന മേധാവികളും ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർക്കുലർ അവസാനിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ വന്ദേ മാതരത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഈ നിർദ്ദേശങ്ങളിൽ. വന്ദേ മാതരം പാടണമോ വേണ്ടയോ എന്നതിനെ കുറിച്ച് ഒരക്ഷരം പ്രതിപാദിക്കുന്നില്ല. നേരത്തെയുള്ള സർക്കുലർ ജില്ലാ കലക്ടർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ എന്നിവർക്കെല്ലാം നൽകിയിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു സർക്കുലർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കുന്നത്. നേരത്തെയുള്ള സർക്കുലർ വിദ്യാഭ്യാസ വകുപ്പിനും ലഭിച്ചിരുന്നു. അത് ഏതിടം വരെ പോയി എന്നറിയില്ല. പക്ഷേ ഈ നിർദ്ദേശം താഴെത്തട്ടിൽ വരെ പോകും. സ്കൂൾ അധികൃതർക്ക്, സ്ഥാപന മേധാവികൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവികൾക്ക് ഒക്കെ ലഭിക്കും. ഇപ്പോൾ ആകെ ഒരു ആശയക്കുഴപ്പം എന്ത് ചെയ്യണം എന്നതാണ്. പാടിയാലും കുറ്റം, പാടിയില്ലെങ്കിലും കുറ്റം എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്ത് ചെയ്യും സ്ഥാപന മേധാവികൾ? അവരുടെ മുന്നിൽ ആകെ കൺഫ്യൂഷനാണ്. ഈ നിർദ്ദേശത്തിൽ, സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശത്തിൽ കൃത്യമായും വന്ദേ മാതരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വളരെ നല്ലതായിരുന്നു. വന്ദേ മാതരം ആദ്യത്തെ 2 സ്റ്റാൻസകൾ പാടാം, മുഴുവൻ പാടേണ്ട എന്ന് തീരുമാനിച്ചാൽ മതി. അത്തരമൊരു നിർദ്ദേശം താഴെത്തട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായേനെ, ആശയക്കുഴപ്പമില്ല. പക്ഷെ ഇവിടെ സ്ഥാപന മേധാവികൾക്ക് വിട്ടുകൊടുക്കുകയാണ്. 2 സർക്കുലറും പിടിച്ച് സ്ഥാപന മേധാവികൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പാടിയാലും കുറ്റം, പാടിയില്ലെങ്കിലും കുറ്റം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. എന്തായാലും കൃത്യമായ ഒരു നിലപാട് ഇതിൽ പറയുന്നില്ല സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാൽ മതിയായിരുന്നു. ആദ്യത്തെ സർക്കുലർ കണക്കിലെടുക്കേണ്ടതില്ല, രണ്ടാമത് അയച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് അയച്ച സർക്കുലർ കണക്കിലെടുത്താൽ മതി എന്ന് പറഞ്ഞാൽ മതി. അത്തരമൊരു പ്രസ്താവന ഇറക്കിയാൽ മതി. ഇതൊന്നുമില്ലാതെ, അപ്പുറവുമില്ല ഇപ്പുറവുമില്ലാത്ത അവസ്ഥയിൽ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നിൽക്കേണ്ട ഒരവസ്ഥയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവികൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്ക് ഉള്ളത്. എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടിയുമില്ല. അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാം എന്നൊരു അവസ്ഥ. ഇവിടെയാണ് സർക്കാർ ഉരുണ്ട് കളിക്കുന്നത്. സർക്കാർ നിലപാട് വ്യക്തമാക്കണം. കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് താഴെത്തട്ടിലേക്ക് നിർദ്ദേശം കൊടുക്കണം. തന്റെ ഇടത്തോടെ ഉറച്ചു നിന്നുകൊണ്ട്. എന്തുകൊണ്ട് കഴിയുന്നില്ല അതിന് സംസ്ഥാന സർക്കാരിന്? ഇതാണ് ചോദ്യം. അപ്പോഴാണ് ഉരുണ്ടുകളി, അപ്പോഴാണ് മുട്ടുവിറക്കുന്നത്. BJPയുടെ മുന്നിൽ, കേന്ദ്ര സർക്കാരിന് മുന്നിൽ മുട്ടുവിറക്കാതെ തല ഉയർത്തി നിന്ന് പറയണം, ഞങ്ങൾ കേരളത്തിൽ വന്ദേ മാതരം മുഴുവൻ പാടില്ല, കോൺഗ്രസിന്റെ നയമുണ്ട്, നിലപാടുണ്ട്, അത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും എന്ന്.
അത് പറയാൻ പക്ഷേ വി ഡി സതീശന് കഴിയുന്നില്ല. വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി BJPക്ക് മുന്നിൽ മുട്ടുവിറച്ചു നിൽക്കുന്നു, മുട്ടിലിഴയുന്ന കാഴ്ച അതാണ് ഇപ്പോൾ കണ്ടത്. അതുകൊണ്ടാണ് വന്ദേ മാതരത്തെ കുറിച്ച് പരാമർശിക്കാതെ ഇത്തരമൊരു മാർഗനിർദ്ദേശം താഴേക്ക് നൽകിയത്. ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ വേണ്ടി മാത്രം, ആരെയോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആശയക്കുഴപ്പത്തിലാക്കാൻ മാത്രം. പക്ഷേ ഇവിടെ കുഴങ്ങുന്നത് സ്ഥാപന മേധാവികളാണ് എന്നതാണ് വസ്തുത. പാടിയാലും പ്രശ്നം, പാടിയില്ലെങ്കിലും പ്രശ്നം എന്ന ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിയിട്ട് തടിതപ്പാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്, മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ഭയപ്പെടാം, പക്ഷേ ഇങ്ങനെ ഭയപ്പെടരുത് BJPയെ.